നമസ്കാരം. മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾ ഊർജിതമാവുമ്പോഴും DDPയും JDയും പാലം വലിക്കുമോ എന്ന ഉൾഭയം BJPക്ക് ഉണ്ട്. ഇക്കാര്യത്തിൽ ചന്ദ്രബാബു നായിഡുവിനേക്കാൾ കൂടുതൽ ഭയക്കുന്നത് നിതീഷ് കുമാറിനെ തന്നെയാണ്. നിതീഷിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലുള്ള പാരമ്പര്യമാണ് ഇതിന് കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. 5 ക്യാബിനറ്റ് സ്ഥാനം, സ്പീക്കർ പദവി എന്നിവയാണ് 16 അംഗങ്ങളുള്ള DDPയുടെ ആവശ്യം. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവിയും വേണം. റെയിൽവേ, പ്രതിരോധം, കൃഷി, ഗ്രാമവികസനം എന്നീ മന്ത്രി കസേരകളാണ് 12 MPമാരുള്ള JDU ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണത്തിനായി പൊതുനിയമം പരിപാടി വേണമെന്നും ഏകവ്യക്തി നിയമം നടപ്പാക്കുന്നത് ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകണമെന്നും നിബന്ധനയും JDU മുന്നോട്ട് വച്ചിട്ടുണ്ട്. രാജ്യവ്യാപക ജാതി സെൻസസ് നടപ്പാക്കുക, അഗ്നിപത് പദ്ധതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനിടെ NDAയ്ക്കുള്ള പിന്തുണ നിരുപാധികമാണെന്ന് JDU നേതാവ് നിതീഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ വരെ നിതീഷ് ഡൽഹിയിൽ തുടരുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. LJP, ജനസേന, JD, HMM, ശിവസേന എന്നീ പാർട്ടികളും മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 ക്യാബിനറ്റ് സ്ഥാനങ്ങളും 1 സഹമന്ത്രി സ്ഥാനവുമാണ് ശിവസേന ചോദിച്ചിരിക്കുന്നത്. 1 ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി സ്ഥാനവും കൊടുക്കാനാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. LJP ഭക്ഷ്യവിതരണ വകുപ്പും 1 സഹമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. HMM 1 ക്യാബിനറ്റ് പദവിയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാന മന്ത്രാലയങ്ങൾ കൈവശം വച്ച് തെലുങ്കുദേശം പാർട്ടിക്ക് സ്പീക്കർ സ്ഥാനവും 3 ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ 5 മന്ത്രിസ്ഥാനങ്ങളും നൽകാമെന്ന് BJP അറിയിച്ചിരിക്കുകയാണ്. JDUവിന് 2 ക്യാബിനറ്റ് പദവിയും സഹമന്ത്രി സ്ഥാനവും ബീഹാറിന് പ്രത്യേക പദവിയുമാണ് വാഗ്ദാനം. ആഭ്യന്തരം, വിദേശകാര്യം, പ്രതിരോധം, ധനം, റെയിൽവേ, IT തുടങ്ങിയ സുപ്രധാന മന്ത്രാലയങ്ങൾ വിട്ടുകൊടുക്കേണ്ടെന്ന് BJP തീരുമാനിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. NDA പാർലമെന്ററി പാർട്ടി യോഗം നരേന്ദ്രമോദിയെ നേതാവായി തിരഞ്ഞെടുക്കുന്നുണ്ട്. BJP പാർലമെന്ററി ബോർഡിന്റെയും മുഖ്യമന്ത്രിമാർ, സംസ്ഥാന പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവരുടെയും യോഗവും വിളിച്ചിട്ടുണ്ട്. തുടർന്ന് പാർലമെന്റ് മന്ദിരത്തിൽ NDA MPമാരുടെ യോഗം നടത്തും. അതിനുശേഷം മോദി രാഷ്ട്രപതിയെ സന്ദർശിച്ചു മന്ത്രിസഭയുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും. സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കുമെന്ന വിവരങ്ങളാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത്. സത്യപ്രതിജ്ഞയ്ക്ക് 7 വിദേശ രാഷ്ട്ര തലവന്മാരെത്തുന്നുണ്ട്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സിനു പുറമെ ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, മൗറീഷ്യസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേന്ദ്ര മന്ത്രിമാരുടെ പട്ടിക ശനിയാഴ്ച രാത്രിയോടെ തയ്യാറാകും. ശിവസേന, ലോക് ജനശക്തി പാർട്ടി, RLC, JDS ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ടെന്നാണ് വിവരം. LJPക്കും ശിവസേനയ്ക്കും ക്യാബിനറ്റ് പദവി ഉറപ്പായും ലഭിക്കും. BJP മന്ത്രിമാരുടെ കാര്യത്തിൽ പ്രമുഖരുടെ കാര്യത്തിലും വ്യക്തത വരാൻ കാത്തിരിപ്പ് ഇനിയും നീളും. അമിത്ഷാ, നിർമ്മല സീതാരാമൻ എന്നിവർ സംഘടനാ രംഗത്തേക്ക് മടങ്ങുമോയെന്ന് ഉറപ്പായ ശേഷമേ മന്ത്രിസഭയിലെ ഇവരുടെ സാന്നിധ്യം സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടാവൂ. പ്രാദേശിക സന്തുലിതാവസ്ഥ, ജാതി സമവാക്യം, ഘടക കക്ഷികളുടെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം എന്നിവ കൂടി പരിഗണിച്ച ശേഷമാവും BJP മന്ത്രിമാരുടെ കാര്യത്തിലും തീരുമാനമുണ്ടാവുക.